ചൂടായ വെള്ളത്തിലേക്ക് ക്യാബേജ് ദാ ഇതുപോലെ ഇട്ട് നോക്കിയിട്ടുണ്ടോ? ശരിക്കും അടിപൊളിയാ. അപ്പൊ ചൂടായ വെള്ളത്തിലേക്ക് ക്യാബേജിന്റെ ലീഫ് ഓരോന്നായി അടർത്തിയെടുത്ത് വെള്ളത്തിലിട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ ലീഫെല്ലാം നല്ല കുക്കായി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന 2 കിഴങ്ങും ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞത്, അരിഞ്ഞെടുത്തൊരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതും ചേർത്ത് 1.5 ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിയിലയും ചേർത്ത് കൈ വെച്ച് നന്നായി കുഴച്ച് ഈ ഒരു പരുവത്തിലേക്ക് മസാല കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മസാലേനെ കുറച്ചെടുത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ക്യാബേജിന്റെ ലീഫിലേക്ക് വെച്ച് കൊടുത്ത് ലീഫിന്റെ 4 സൈഡും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ലീഫിലേക്ക് എല്ലാം മസാല അതുപോലൊന്ന് ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫ് ഓരോന്നായി വെച്ച് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ക്യാബേജ് പോക്കറ്റ് റെഡി. സോസിൻ്റെ ഒപ്പമൊക്കെ ഇതുപോലെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുണ്ടല്ലോ, അടിപൊളിയാ. അപ്പോൾ എങ്ങനെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ പറ്റി ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.